ഹായ് ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതെവിടെയെന്ന് വെച്ചാൽ തിരുനെൽവേലി ആണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും കാറ്റാടിപ്പാടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ പറയില്ല ഈ മത്തിച്ചാകര എന്നൊക്കെ പറയുന്നത് പോലെ, കാറ്റാടിപ്പാടത്തിൻ്റെ ഒരു ചാകര തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും കാറ്റാടിപ്പാടം കാണുന്നത്. അവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനൊന്നും നമുക്ക് പറ്റില്ല, ഇറങ്ങി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റില്ല. കാരണം കാറ്റ് നമ്മളെ അടിച്ച് എങ്ങോട്ടേക്കോ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ കാഴ്ച ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം കുറച്ച് സ്ലോയിലാണ് ഞങ്ങൾ പോയത്, കാരണം അത്രയും ഉണ്ടായിരുന്നു കാറ്റാടിപ്പാടം. നമ്മൾ ഈ കാറ്റാടിപ്പാടം ഒന്നോ രണ്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇത്രയും ഉണ്ടായിരുന്നുള്ളത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. ഇതൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ എന്ന് പറയുന്നത്. കദളിപ്പഴം, ചന്ദനം, കൽക്കണ്ടം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തമിഴ്നാട്ടിൻ്റെ ഒരു ആചാരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുക്കനെത്തി. അപ്പം ചെറുക്കൻ്റെ ഫാമിലിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അത് തമിഴ് ക്രിസ്ത്യൻ എൻഗേജ്മെൻറ്റാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഓരോ കാഴ്ചകൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. പാവം പെണ്ണ് മാത്രം ഒറ്റയ്ക്കിരിക്കുന്നു കേട്ടോ. ഇതാണ് അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന എല്ലാ സംഭവങ്ങളും പെണ്ണിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അത് അപ്പം അവർ കദളിപ്പഴം, ഫ്രൂട്ട്സ്, പിന്നെ പെണ്ണിന് മാറാനുള്ള സാരി, കഴുത്തിലിടാനുള്ള പൂവുകൊണ്ടുള്ള മാല, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും പെണ്ണിന് കൈമാറുന്ന ഒരു ചടങ്ങാണിത്. ഇപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ എൻഗേജ്മെൻറ്റും തമിഴ്നാട്ടിലെ എൻഗേജ്മെൻറ്റ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ശേഷം ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ വെക്കും. പിന്നെ എന്ന് പറയുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുകൊടുത്ത സാരി മാറാനായിട്ട് പെണ്ണ് പോവും. പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള ചടങ്ങുകൾ. പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെറുക്കൻ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരോട് സംസാരിക്കുന്ന ഒരു ചടങ്ങും കൂടെ വേണമല്ലോ. അപ്പോൾ അവരെങ്ങനെ എല്ലാവരും നിന്ന് അങ്ങനെ വിശേഷങ്ങൾ പറയുന്നു. ഇതെന്താ പറയുന്നതെന്നൊന്നും മലയാളിയായ എനിക്ക് വലിയ പിടുത്തമില്ല. ചില കാര്യങ്ങൾ മാത്രമേ നമുക്കതിൽ നിന്ന് തിരിയത്തുള്ളൂ. അപ്പം അവരങ്ങനെ നിന്ന് വർത്തമാനം പറയട്ടെ. അപ്പം പെണ്ണൊരുങ്ങുന്നത് വരെ എന്തായാലും അവിടെ നിന്ന് സംസാരിച്ചേ പറ്റൂ. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ലേശം ഒരുക്കം കൂടുതലാണല്ലോ. അപ്പം പിന്നെ ഒരുങ്ങണമല്ലോ, ഈ സമയത്തൊക്കെയല്ലേ ഒന്ന് ഒരുങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ ചെറുക്കം മുഷിയുണ്ടല്ലോ എന്ന് വെച്ച് കുറേ നേരം നിന്ന് സംസാരിച്ചു. പിന്നെ കുറേ നേരം ഞങ്ങളുമായിട്ട് കുറേ നേരം സംസാരിച്ചു. കാരണം നിന്ന് എടുത്തപ്പോൾ പയ്യൻ അവിടെ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തു. ഞങ്ങൾ ഇരുത്തം കണ്ടാൽ തീരെ പറയില്ലല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണെന്ന്, തീരെ പറയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുട്ടികളെയൊക്കെ കളിപ്പിച്ച് അങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവിടെ ഇരുന്നു. ഇവിടെ ഇരുന്ന് എടുത്തപ്പോൾ ചെറുക്കൻ നേരെ സ്റ്റേജിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ചെറുക്കൻ ആകെ ഒറ്റപ്പെട്ടു പോയി. കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കമ്പനി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം അല്ലല്ലോ ഇത്. നെക്സ്റ്റ് ഇനി അടുത്തത് റിംഗ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. ഇങ്ങനെയാണ് റിംഗ് എക്സ്ചേഞ്ച് തമിഴ്നാട്ടിലെ രീതി എന്ന് പറയുന്നത്. ഒരു പാത്രത്തിലൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടാണ്. ശേഷം പെണ്ണ് വന്നു, സ്റ്റേജിലോട്ട് കയറി. സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ കേരളത്തിൽ പള്ളിയിൽ വെച്ചിട്ടാണ്, പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ നിശ്ചയം കാര്യങ്ങളും. ഇവിടെ മനസ്സമ്മതം എന്ന് പറയും. സമ്മതമാണോ എന്ന് ചോദിക്കുന്നത്. അപ്പം തമിഴ്നാട്ടിലൊക്കെ സ്റ്റേജിൽ വെച്ചിട്ടാണ് എല്ലാ ചടങ്ങുകളും നടത്തുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സും അച്ഛനും അമ്മയും പിന്നെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അച്ഛൻ പ്രാർത്ഥന തുടങ്ങുകയാണ് ഇനി അടുത്തത്. നമുക്കവിടെ പ്രാർത്ഥനയൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അവരുടെ കൂടെ പങ്കുചേർന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു പ്രാർത്ഥനയും നമുക്കറിയില്ല. പിന്നെ ചില വേഡ്സും ചില ട്യൂണുകളൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാകും എന്നല്ലാതെ കൂടുതലായിട്ട് നമുക്കൊന്നും അറിയില്ല. എന്തായാലും പെണ്ണ് ഒരുങ്ങാൻ കുറേ സമയം എടുത്തത് കൊണ്ട് തന്നെ വിശപ്പിൻ്റെ ഏകദേശം ഒരു വിളി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ചടങ്ങ് കൂടാനാണല്ലോ വന്നത്. അപ്പം അതിൻ്റെ മര്യാദ അനുസരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. അതുകൊണ്ട് ഞങ്ങൾ ആ ഫംഗ്ഷൻ മൊത്തം പങ്കെടുത്തു.
ഇനി അടുത്തത് അച്ഛൻ ആ രണ്ട് റിങ്ങുകളും തമ്മിൽ ആശീർവദിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ശേഷമാണ് റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അച്ഛൻ ആ റിങ്ങിനെ ആശീർവദിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചെറുക്കനും പെണ്ണിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണിത്. അതിനുശേഷം അച്ഛൻ മാലയെടുത്തിട്ട് പരസ്പരം ഇടാൻ വേണ്ടിയിട്ടാണ് ചെറുക്കൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ചെറുക്കൻ ഏതായാലും പ്രെയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ വേർത്തു. ടവലൊക്കെ വെച്ചൊന്ന് തുടച്ചു. വല്ലാതെ ഒന്ന് ദീർഘശ്വാസമൊക്കെ എടുത്തു. ഈശ്വര, ഇതെന്തിനുള്ള പുറപ്പാടാണാവോ. ഏതായാലും മാലയങ്ങ് അണിയിച്ചു. സന്തോഷമായി. ഇനി അടുത്തത് പെണ്ണ് ചെക്കന് മാലയിടുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും അച്ഛനാണ് കയ്യിലെടുത്ത് കൊടുക്കുന്നത്. അപ്പം അതോടുകൂടെ ഏകദേശം ചടങ്ങിൻ്റെ തുടക്കമായി. വധുവരന്മാർക്ക് സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. പിന്നീട് അച്ഛൻ റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെറുക്കൻ പെണ്ണിന് ഇടുകയാണ്. എന്തായാലും ചെറുക്കൻ നന്നായി പേര് വായിക്കുന്നുണ്ട്. ഇത് എൻ്റെ പേര് തന്നെയാണോ അതോ വേറെ ആരുടെയെങ്കിലും പേര് തന്നെയാണോ? ചെറുക്കന് സമാധാനമായി, എൻ്റെ പേര് തന്നെ. അതിനുശേഷം കൺഫേം ചെയ്ത ശേഷം ചെറുക്കൻ പെണ്ണിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെയൊക്കെ പള്ളിയിൽ വെച്ചിട്ടാണ് ഈ വക ചടങ്ങുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതും നമ്മൾ കല്യാണത്തിനാണ്. ഇതൊക്കെ മനസ്സമ്മതത്തിന് നമ്മളങ്ങനെ റിങ് എക്സ്ചേഞ്ച് ചെയ്യാറില്ല. അപ്പം ഇത് ഇവർക്ക് നിശ്ചയത്തിന് തന്നെ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇനി അടുത്തത് വധു വരനിടുന്നതാണ് കേട്ടോ. ഏതായാലും വധുവിന് കൺഫ്യൂഷനൊന്നുമില്ല. എൻ്റെ പേര് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഏതായാലും വേഗം അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാ മൊമെൻറ്റ്സും ഫോട്ടോ എടുത്ത് വെക്കണമല്ലോ, എന്നാലല്ലേ പിന്നീട് നമുക്കത് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. അപ്പം അച്ഛൻ എല്ലാവർക്കും യാത്ര പറഞ്ഞ് അച്ഛൻ പോവുകയാണ്. ഇനി അടുത്തത് എന്തായാലും ഇതുവരെ കണ്ടിരുന്ന ഞങ്ങൾക്ക് ഏതായാലും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളങ്ങ് പോകും. ഇനി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഫുഡ് കഴിക്കാൻ. അപ്പം നമ്മുടെ ഭക്ഷണ രീതി പോലെ തന്നെയാണ്. ഏതായാലും സാമ്പാറും അവിയലും തോരനും ഒക്കെ വന്നു. എന്തായാലും കുറച്ച് വൈകിട്ടാണ് ചോറ് വന്നത് കേട്ടോ. അപ്പോൾ ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഏതായാലും കറിയും ഒക്കെ തൊട്ട് നക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പം അവിടുത്തെ ചോറെന്ന് പറയണത് നമ്മളെ ഇവിടുത്തെ ചോറ് പോലെയല്ല, പച്ചരി ചോറാണ്. അപ്പം എന്തായാലും നല്ല വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും ചോറ് വന്നു. അപ്പം ഞങ്ങൾ വേഗം കഴിച്ചു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചെറുക്കന് പെണ്ണ് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിരുന്ന് കമൻ്റ് അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കാരണവും ഇല്ല, വെറുതെ ഇരുന്ന് ചിരിക്കുക, കമൻ്റ് അടിക്കുക. അതാണ് ഇനി അടുത്തത്. അപ്പം അവരവിടെ ഫോട്ടോ എടുത്ത് തകർത്ത് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളതിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുമല്ലോ. നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം അവരുടെ ദിവസമാണല്ലോ ഇത്, അപ്പോൾ അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തിനാണോ എന്തോ വെറുതെ ചാടുന്ന കുറച്ച് പിള്ളേർ, 2 എണ്ണം. അതിൽ 2 എണ്ണം എൻ്റെതാണ്. ബാക്കിയുള്ള കല്യാണം കൂടാൻ വന്ന കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇവരെന്തിനാ ചാടുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പം എന്തായാലും കുട്ടികളുടെ കലാപരിപാടിയോടുകൂടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം ബാക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക. അപ്പം ഓക്കെ, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.